ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അവലും തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മട്ടരീൻ്റെ അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് അവലായാലും കുഴപ്പമില്ല. കൂടെ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചിരകിയ തേങ്ങയും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദാ അവലും തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുകൊണ്ട് അടിയിലൊന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തരിയായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് അര കപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അവൽ. അപ്പോൾ 1.5 കഷ്ണം പാകമായിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ശർക്കര ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ശർക്കര വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത തേങ്ങ അവലിൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ശർക്കര വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് പാകമായിരുന്നു. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഓരോ ബോൾസാക്കി എടുക്കാം. നന്നായിട്ട് ചൂടാറിയ ഒന്നും വേണ്ട, ചെറുതായിട്ടൊരു ചൂടിൽ വേണ്ടത് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇതാ അവൽ കൊണ്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.